എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നേരെയാണ്. മുമ്പേ തന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനാണ് ശ്രീജ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിഷുക്കട്ടയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സാരിയൊക്കെ എടുത്ത് മുമ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ കാര്യം പിടിയിട്ടിട്ടുണ്ടാവും. വിഷുവാണ്, വിഷുക്കട്ട സ്പെഷ്യലാണ് ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത്. പൊതുവേ വിഷുക്കഞ്ഞി എന്നൊക്കെയാണ് പറയാറ്, പക്ഷെ നമ്മുടെ നാട്ടിൽ വിഷുക്കട്ടയാണ്. കാലത്ത് തന്നെ അമ്മ നല്ല വിഷുക്കട്ട ഇങ്ങനെ ആവി പറക്കണ വാഴയിലയിൽ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടാവും. അത് ശർക്കര പാവിൽ ഇങ്ങനെ മുക്കിയിട്ട് അങ്ങോട്ട് വായിൽ വയ്ക്കുക. എൻ്റെ സാറേ, ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. വർഷത്തിലൊരിക്കലും ഉണ്ടാക്കണ കാരണം കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, അതോ എന്താ പറയുക, അതിനത്രയും ടേസ്റ്റ് ഒറിജിനലായിട്ടുള്ളതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഒരു പ്രത്യേക ടേസ്റ്റാണ് വിഷുക്കട്ട കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹിന്ദുക്കൾക്ക് എന്നൊന്നുമില്ല, നമുക്ക് വായുള്ളവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. എല്ലാ ആഹാരങ്ങളും ഇന്ന സാധനങ്ങൾ ഇന്ന ജാതിക്കാർ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ആദ്യത്തെ വിഷുവാണ്. അപ്പം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളോട് ഞാൻ 1000 നന്ദിയും 1000 ആശംസകളും നേരാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും ഈ ലോകത്തെ എല്ലാവരും സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടി മുന്നോട്ട് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമുക്ക് പരസ്പരം സ്നേഹിച്ച് നമ്മുടെ ഭൂമിനെ ഒരു സ്വർഗ്ഗാക്കാല്ലേ. അപ്പോൾ ഭൂമിനെ സ്വർഗ്ഗാക്കേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എത്രയ്ക്ക് തിരക്കുണ്ടെങ്കിലും കടയിലൊക്കെ വിഷുവിൻ്റെ നിങ്ങൾക്കറിയാം, ബിസിനസ്സുകാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അത്രയ്ക്കൊക്കെ തിരക്കുണ്ടെങ്കിലും കടയിലത്തെ തിരക്കും കാര്യങ്ങളുടെ ഒപ്പം തന്നെ ഇവിടെ സദ്യ ഉണ്ടാക്കാനായിട്ട് ഒട്ടും മടിക്കാറില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ലൈഫിൽ എൻ്റെ ഏട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോയതാണ്. അപ്പോൾ ഏട്ടൻ്റെ ഓണവും വിഷുവും ഒക്കെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഈ വിവാഹ ജീവിതം തുടങ്ങിയപ്പോൾ തന്നെയാണ്. അപ്പോൾ എല്ലാ വിശേഷങ്ങൾക്കും സദ്യ ഉണ്ടാക്കാറുണ്ട്. ശ്രീകൂട്ടം വന്നപ്പോൾ ഒത്തിരി കൂടെ പ്രഷ്യസ് ആയി അത്. അപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഏട്ടൻ്റെ കടയും ബിസിനസ്സും ഒക്കെ ആ ഒരു വഴി കൂടെ പോയാലും സദ്യ ഉണ്ടാക്കാനും വിഷുക്കട്ട ഉണ്ടാക്കാനും എന്താ പറയുക, കണി ഒരുക്കാനും ഒന്നും ഞാൻ മറക്കാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ഓണവും വിഷുവും ഒക്കെ സ്പെഷ്യലാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു, സന്തോഷമായിട്ടിരിക്കുക. നന്ദി, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇൻഗ്രീഡിയൻസ് ഇത് എത്രയേ ഉള്ളൂ, ആകെ എത്രയേ ഉള്ളൂ. സാധാരണ നല്ല ജീരകം അതെടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, വെള്ളത്തിൻ്റെ ചുവ വരും, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. കണ്ടോ, റൈസ് 300 ഗ്രാം എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. ചിരകിയതാണ്, അതായത് 4 മുറി നാളികേരം ചിരകി എടുത്തതാണിത്. ഇതിന്നിപ്പോൾ നമ്മൾ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ 3 വട്ടം എടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പപ്പണി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, എന്തെങ്കിലും കുറുക്ക് വിധി ഉണ്ടാവുന്നു. അപ്പോൾ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 3 പാല് നമ്മളിൽ നിന്ന് എടുക്കുകയാണ്. 2 ഗ്ലാസ് 1-ാം പാല് നമുക്ക് കിട്ടണം. ബാക്കിയുള്ളത് ഒരു 4 ഗ്ലാസ് 2-ാം പാല് കിട്ടണം, ഒരു 4 ഗ്ലാസ് 3-ാം പാല് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ആദ്യം നാളികേരം അടിച്ചെടുക്കണം. അപ്പോൾ കുറുക്കുപണി എന്താണെന്ന് മുമ്പ് പറഞ്ഞിട്ട്, നമ്മൾ കുക്കറിലാണ് അരി വേവിക്കുന്നത്. അതായത് 1/2 കുക്ക് നമ്മൾ കുക്കറിൽ തന്നെ നടത്തുകയാണ്. കാരണം നമ്മുടെ വീട്ടിലിപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവില്ല, നമ്മൾ തന്നെ ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം വിഷുവിൻ്റെ എന്നതൊക്കെ പറയണത് നല്ല തിരക്കായിരിക്കും കടയിൽ. ഇപ്പോൾ എനിക്ക് കടയിൽ പോകണം. അന്ന് നമ്മൾക്കിപ്പോൾ നമ്മുടെ മക്കൾക്ക് ഹസ്ബൻഡിനൊക്കെ സദ്യ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളല്ലാണ്ട് വേറെ ഒരാളും ഇല്ല. നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല കേട്ടോ, ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല. നമ്മുടെ ലോകം അങ്ങനെ ഒരു രീതിയിലാണ് പോണത്. അതായത് ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക എന്നുള്ള രീതിയിലാണ്. അടുത്ത നിമിഷത്തിൽ നമ്മൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പില്ല. അത് കാരണം കൊണ്ട് ഇപ്പോൾ വരുന്ന അവസരത്തെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. അപ്പോൾ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും, എത്രയൊക്കെ എനിക്ക് വയ്യെങ്കിലും, എത്രയൊക്കെ ഞാൻ ടയേർഡായാലും ഞാൻ സദ്യ ഒരുക്കാനോ അല്ലെങ്കിൽ പായസം വെക്കാനോ വിഷുക്കട്ട ഉണ്ടാക്കാനോ ഒന്നും ഞാൻ ഒഴിവാക്കാറില്ല. നമുക്ക് അച്ഛനമ്മയൊക്കെ ഉണ്ടായിട്ട് തന്നെ നമ്മൾ പണിയെടുക്കാൻ മടിയായിട്ട് ചിലപ്പോഴും പലരും പുറത്തുനിന്ന് ഓർഡർ ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരവസരത്തിലാണ്. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ അനുഭവം എൻ്റെ ഏട്ടനുണ്ടായിട്ടുള്ളത് ഞാൻ വന്നതിന് ശേഷമാണ് ചേട്ടൻ്റെ ജീവിതത്തിലേക്ക്. ഞാൻ ബോറടിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളെ. അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ വിഷുവിൻ്റെ ബാല്യകാല ഓർമ്മകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വായിച്ചിരിക്കേണ്ട രസമല്ലേ. നമുക്കപ്പോൾ ഇതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഞാൻ ചൂടുവെള്ളത്തിൽ തന്നെയാണ് അടിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് അടിച്ചിട്ട് വരാം. 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പം 3-ാം പാലിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പം 3-ാം പാലിൽ നമുക്ക് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് 1-ാം പാൽ എടുക്കുന്ന വിദ്യ. അതായത് നമ്മൾ ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിഴിയുക.
എന്നിട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ഇടുക. മുമ്പ് ഒരു ട്രിപ്പ് ഞാൻ അടിച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം 2 ഗ്ലാസിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഒത്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പണ്ട് വീട്ടിലൊക്കെ അച്ഛനൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുള്ളത് നമ്മുടെ തോർത്തും കൊണ്ടല്ലേ നമ്മൾ ടർക്കി അതിൽ പിഴിഞ്ഞെടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താ ഇതാണ് നമ്മുടെ 1-ാം പാൽ എന്ന് പറയുന്നത്. ബാക്കി വരുന്നത് കുറച്ചും കൂടി വെള്ളം ചേർത്തടിച്ച് നമുക്ക് 2-ാം പാലാക്കാം. അതിൽ വീണ്ടും വെള്ളം ചേർത്തടിച്ച് 3-ാം പാലാക്കാം. 3 പാലിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇത് 1-ാം പാൽ, 2-ാം പാൽ, 3-ാം പാൽ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. നല്ല കളർ വ്യത്യാസമുണ്ട്. നല്ല വൈറ്റാണ്. ഇത് കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് കളർ വന്നു. ഇതൊരു മാതിരി വെള്ളം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 3-ാം പാൽ കുക്കറിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മുടെ അരി ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് എന്തായാലും കുറവ് വരും, പക്ഷേ അരിയുടെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴും ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുന്നതോടൊപ്പം തന്നെ ഇവിടെ സാധാരണ കടയിലേക്ക് കൊടുത്തു വിടുമ്പോൾ ചേട്ടന്മാർക്ക് ശർക്കര നീരാണ് കൊടുത്തു വിടാറ്. അല്ലെങ്കിൽ അവർ മാങ്ങ പുളിശ്ശേരി കൂട്ടി കഴിക്കും. അപ്പോൾ ശർക്കര നീര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ആകെ മിസ്സിയായി. ഒരൊറ്റ വിസിൽ മതിയാവും. അപ്പോഴേക്കും പകുതി വേവായിട്ടുണ്ടാവും. ബാക്കി നമുക്ക് 2-ാം പാലിൽ വേവിച്ചെടുക്കാം. ഒരു ഉരുളി വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഉരുളി ഉണ്ടെങ്കിൽ വളരെ നല്ല ഉപകാരപ്രദമാണ്. അതല്ല നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ കടായി ഉണ്ടെങ്കിൽ അതായാലും ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഉരുളിയിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇളക്കാനൊക്കെ നല്ല എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ശർക്കരപ്പാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കരപ്പാവിലേക്ക് വേണ്ട സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 12 എണ്ണം ഉണ്ടാവും. ശർക്കര നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക പൊടിച്ചെടുത്തതാണ്. ഇത്ര വലിയ സാധനങ്ങൾ എന്തിനാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ ഇത് ചുക്ക്, ഇത് ജീരകം, നമ്മുടെ സാധാരണ നല്ല ജീരകമല്ലേ, ആ നല്ല ജീരകം, പിന്നെ ഇത് ഏലക്കായ. ഇത് 25 ഗ്രാം, ഇത് 100 ഗ്രാം, ഇത് 100 ഗ്രാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് പൊടിച്ചിടുകയാണ് ചെയ്യാറ്. ഞാൻ എൻ്റെ പഴം റോസ്റ്റ് ഉണ്ടാക്കണേലേക്കും പായസം ഉണ്ടാക്കണേലേക്കും ഒക്കെ ഈ പൊടിച്ച് വെച്ച സാധനങ്ങൾ ആഡ് ചെയ്യുക ചെയ്യാറ്. ഇത് 3ഉം കൂട്ടി മിക്സിയിൽ പൊടിച്ച് വെക്കും, സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇതിൽ നിന്ന് ഒരു നുള്ളും മതി ഇപ്പോൾ ഇതിലേക്ക് കേട്ടോ. ഞാനപ്പോൾ എങ്ങനെയാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ ചോദിച്ചായിരുന്നു പഴം റോസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും പിന്നെ ചക്കട ഉണ്ടാക്കിയപ്പോഴും ഇത് എങ്ങനെയാണ് ഇത് പൊടിക്കണമെന്ന്. അപ്പോൾ ഞാനിത് വെറുതെ 3ഉം കൂട്ടി പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിത് പൊടിച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ മിക്സിയിലെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. കാരണം അത് ഒത്തിരി നാൾ നിൽക്കേണ്ടതാണ്. ചിലപ്പോൾ വർഷങ്ങളോളം അത് ഇങ്ങനെ തന്നെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് ധൈര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട. ഇത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് വലിയ ഇതായ കാരണം കൊണ്ട് കുറച്ചും കൂടി ഇത് ചെറുതാണെങ്കിൽ പൊട്ടിച്ച് നോക്കുക. പൊട്ടിച്ച് നോക്കിയിട്ട് നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിത് ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്സിയുടെ ആ ബ്ലേഡ് ഉണ്ടല്ലോ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കത് ശീലമാണ്, പൊട്ടിപ്പോവാറില്ല എൻ്റെ കയ്യിൽ. ഒന്ന് വേറെ എന്തെങ്കിലും കല്ലെല്ലാം ഇങ്ങനെ വെച്ച് ചതച്ചെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റേ കുഞ്ഞി ഉരല് പഠിക്കില്ലേ അതിൽ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുത്തിട്ട് ഇതിലിട്ട് പൊടിക്കേണ്ടതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പൊടിച്ചിട്ട് വരാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓരോ ടീസ്പൂൺ നമ്മൾ എന്തിലേക്ക് ആവശ്യം വെച്ചാൽ അതിലേക്ക് എടുത്തിടുകയാണ് ചെയ്യാറ്. ഇതിന് നല്ല എയർടൈറ്റായിട്ടൊരു കണ്ടറിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷം വരെ കേടുകൂടാതിരിക്കും കേട്ടോ. ഒരു കംപ്ലൈൻറ്റും വരില്ല. പക്ഷേ ഒട്ടും ജലത്തിൻ്റെ അംശം ഉണ്ടാവരുത്. നമുക്കിനി ശർക്കരപ്പാവ് ഉണ്ടാക്കാം. ഒരു പാൻ വെച്ച് ഇങ്ങനെ ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം. അതിലേക്ക് നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. ശർക്കരപ്പാവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ആ കൺസിസ്റ്റൻസി എന്ന് അറിഞ്ഞാൽ മതി. കട്ട ഇടുമ്പോഴാണ് പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നമ്മുടെ കുറച്ച് ചുക്കും ജീരകവും ഏലക്കായും കൂടി പൊടിച്ചതിട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ പറയുക അരിക്കണതാവും നല്ലത്. അല്ലെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസും കൂടി അതിൻ്റെ ആ കോലും കൂടെ തടയില്ലേ. അതിലൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ശർക്കരപ്പാവ് റെഡി ആയിട്ടുണ്ട്. അതങ്ങനെ കയ്യിൽ ഒരു ഒട്ടണ പരിവം. എന്നാൽ ഒരുപാട് ഒട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പല്ലൊട്ടി ഉണ്ടാക്കിയ പോലെ ആവും. അപ്പം അങ്ങനെ ആവരുത്. കടിച്ചാൽ പോലും മുറിയില്ല. വീണ്ടും ശർക്കര അതേ പരുവത്തിലേക്ക് തന്നെ പോകും. അപ്പം അങ്ങനെ ആവരുത്. എന്താ പറയുക, നമ്മളൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി വരില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ 2 കൈയും ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒട്ടണ പോലെ. അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാവ് ഏകദേശം റെഡി ആയി കഴിഞ്ഞ് ഇത് നമുക്കിങ്ങനെ തണുക്കുമ്പോൾ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അരി വേവിച്ചെടുത്തതാണ്. അത് ജീരകമാണ് കേട്ടോ കറുത്ത കുത്തുകുത്തിൽ കാണുന്നത്. അപ്പോൾ അരി ഏകദേശം വെന്തിട്ടുണ്ട്. കണ്ടോ, ഒരു ഹാഫ് കുക്കഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം 3/4 ഭാഗത്തോളം പണി ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിളല്ലേ?
ഇനിയിപ്പോൾ പാടൊന്നുമില്ലല്ലോ വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാ അതുപോലെ ഒരു വലിയ ഉരുളി, ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു വലിയ ഉരുളി നമ്മൾ വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ രണ്ടാം പാലുണ്ടല്ലോ, രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച അരി, രണ്ടാം പാൽ ഒരു 4 ഗ്ലാസിൻ്റെ അടുത്തുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച അരി കട്ടയൊക്കെ ഉടച്ച് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറുതാക്കുക. പാലിനെ നന്നായിട്ട് കുറുതാക്കുക, ഇളക്കി ഇളക്കി ബാക്കി വേവ് അതിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിഷുക്കഞ്ഞീര്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ആവണം. അപ്പോഴാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കേണ്ടത്. പിന്നെ ഞാൻ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഉരുളി മുഴുവൻ എന്തിനാണ് അവർ ചേച്ചി ഉണ്ടാക്കി വെക്കണമെന്ന്. കാരണം കടയിലേക്ക് കൊണ്ടുപോകണം. അത് കഴിഞ്ഞ് നമ്മളിവിടെ മരിച്ച വീടുകളുണ്ട് അയൽപ്പക്കത്തൊക്കെ. അപ്പോൾ അവിടെ സാധാരണ സ്പെഷ്യലായിട്ടുള്ള പലഹാരങ്ങളൊന്നും ഇങ്ങനെ വിശേഷങ്ങൾക്ക് ഉണ്ടാക്കില്ല. അപ്പോൾ അവിടെ ചേച്ചിമാർക്ക്, അവിടുത്തെ അമ്മൂമ്മമാരാണ് മരിച്ചത്, അപ്പോൾ ആ വീട്ടിൽ കൊടുക്കണം. പിന്നെ എൻ്റെ അയൽപ്പക്കക്കാരുണ്ട്, എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവർ, ശ്രീകുട്ടൻ്റെ ഫ്രണ്ട്സ്, അവർക്കൊക്കെ കൊടുക്കണം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അതൊന്നും ഇട്ട് കൊടുക്കാം. ഇപ്പം ഇട്ട് കൊടുക്കണമെന്നില്ല, ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഫൈനൽ പ്രൊസീജിയറാണ്. നമ്മളിതാ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. 2 ഗ്ലാസ് ഒന്നാം പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒന്നും കൂടി ലൂസാവും. ഇനി ഇതൊന്ന് കട്ടയാവണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, അടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നാളികേര പാലിലത്തെ എണ്ണ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഉരുളിമയൊന്നും പിടിക്കാതെ ആവും. ഈ നമ്മുടെ അരി ഇങ്ങനെ എന്താ പറയുക, വിട്ട് വിട്ട് പോരും. അപ്പോഴാണ് നമ്മളിത് നിർത്തേണ്ടത്. ഞങ്ങളോടൊരു കാര്യം പറയാൻ പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഈ നമ്മുടെ പച്ചരി ഇല്ലാന്നുണ്ടെങ്കിൽ ഉണക്കലരി അതിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ അമ്മ ഈ അരിയിലാണ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ട് ആയി വരുമ്പോൾ നമ്മുടെ കൈമയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കും, കണ്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ വിഷുക്കട്ട ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ വിട്ട് വിട്ട് പോരുന്ന ഒരു പരുവത്തിലാകുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. കുറച്ചും കൂടി നേരം തീർന്ന് ഇറക്കി വെക്കുമ്പോൾ കട്ടയാവും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് കട്ടയായിട്ട് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അത് ഞാൻ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ ഇതിൽ നെയ്യ് ഇങ്ങനെ തടവിയിട്ട് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് വിട്ടു പോരും. ഇതങ്ങനെ 3 പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അച്ഛന് കൊടുത്തു വിടാനാണ് അമ്മയുടെ കയ്യിൽ. അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി നമ്മുടെ നെറ്റ് എമൗണ്ട് എന്ന് പറയണത് ഇത്രയാണ്. അപ്പോൾ നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഴയില കൊണ്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യുക. കറക്റ്റിൽ തിക്നെസ്സിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കര പാനി. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇത് നന്ന് ഇങ്ങനെ കമത്തി നോക്കാം. നമുക്കിതിനിങ്ങനെ ഓരോ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയും ചെയ്യാം. ഇവിടെ ശർക്കരപ്പാനിയും വിഷുക്കട്ടയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. എല്ലാവർക്കും ഹാപ്പി വിഷു, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ വിഷു കൈനീട്ടായിട്ട് ചക്കര ഉമ്മയുണ്ട്. നമുക്ക് അടുത്ത സ്പെഷ്യലായിട്ടൊരു ദിവസം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. ശ്രീജ, ഹാപ്പി വിഷു.